ഹലോ ഗീസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗീസ് വേറൊന്നുമില്ല ഗീസ്. ബംഗ്ലാദേശ് സെർവറിൽ നമ്മൾ BR റാങ്കിൽ കളിച്ചപ്പോഴത്തേനും VSK 9 വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാണല്ലോ ആ പ്ലെയർ നമുക്ക് കൊല്ലാൻ പറ്റും നോക്കാം. അത് മാത്രമല്ല ഗീസ്, 2 ഹാക്കർമാരും ഈ ഗെയിമിനകത്തുണ്ട്. അത് നമ്മൾ ഈ പകുതിക്ക് വെച്ച് നമുക്ക് മനസ്സിലായി ഗീസ് ഹാക്കറായിരുന്നെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ അത് ഹാക്കറാണോ അല്ലയോ എന്ന്. എന്നാലും ഫസ്റ്റ് തന്നെ നമ്മളിത് ഒബ്സർവേറ്ററിലോട്ട് പോകാമെന്ന് പറഞ്ഞത് ഇവിടെ മറ്റേ ഇതില്ലേ ലോഞ്ച് പാടൊക്കെ അടിച്ച് പോകാമെന്ന് പറഞ്ഞേക്കും. അപ്പോൾ എന്നാലും കേസ് വോയിസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണം കേസ്. ഞാൻ എന്നാലും പനിയായിട്ടിരിക്കും. അപ്പോഴത്തേനും വോയിസൊക്കെ സെറ്റാക്കി നമ്മൾ ഇതുപോലത്തെ അടിപൊളി ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലോഞ്ച് പാടൊക്കെ വെച്ച് നേരെ അങ്ങ് വലിച്ചടിച്ച് പോയിട്ടുണ്ട്. ഒരു ആവശ്യമില്ലായിരുന്നു. നമ്മൾ നേരെ ചാടി ചെന്നപ്പോൾ അവിടെ എനിമീസ് ഇറങ്ങി. നമ്മളിത് ഇവിടെ വന്നിട്ട് നേരെ തോക്കെടുത്തത് ഓർമ്മയുള്ളൂ. നോക്കാരം ഒരുത്തിന് തേടിയുണ്ട്. നേരെ നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് എടുത്താൽ നമ്മളെങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ ചത്തിട്ടുണ്ട് ആദ്യം തന്നെ അവസ്ഥയൊക്കെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് പൊക്കിയെല്ലാം വിട്ടിട്ട് നമ്മൾ നൈസായിട്ട് പറന്നൊക്കെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ എന്നാലും ഹാക്കർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേസ് ഈ കളിയിൽ. അപ്പോൾ എന്നാലും ഒരു ഹാക്കർ 2 തവണ നമ്മുടെ മാച്ച് വന്നു. അപ്പോൾ അത് ഹാക്കറാണെന്ന് കൺഫേം ആയി. അത് കഴിഞ്ഞ് ഒരാൾ പുത്തനായിട്ട് വന്നു. അവൻ്റെ ഗെയിമിലായിട്ട് നിങ്ങൾ പറ ഹാക്കറാണോ അല്ലയോ എന്ന്. നമ്മൾ ഇവിടെ വന്നിട്ട് പതുക്കെ ഇറങ്ങിയിട്ട് ലൂട്ടൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ചാനൽ ഇഷ്ടപ്പെടുന്ന സബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ. നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും വരും. നിങ്ങൾ പറയുന്ന പോലെ അത് ചെയ്ത്. അപ്പോൾ എന്നാലും ഇഷ്ടപ്പെട്ടാൽ മതി കേസ്. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇഷ്ടപ്പെട്ട സബ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറയാം, ആ സൈഡിൽ കാണുന്ന മറ്റേ ഇതില്ലേ കേസ് ഹൈപ്പ് ബട്ടൺ, അതങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക. അതായത് നമുക്ക് കുറേ പേർക്ക് ഇങ്ങനെ റെക്കമെൻഡ് ആയിട്ട് ചെന്നോളൂ. അപ്പോൾ എന്നാലും നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഉന്മേഷം കിട്ടും. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ലൂട്ടൊക്കെ ചെയ്തത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഒരുത്തൻ എവിടുന്നോ ഇല്ലാണ്ട് ഒരു ഒറ്റയടി നമ്മളങ്ങനെ ചത്ത്. അപ്പോൾ കേസ് നിങ്ങൾ തന്നെ പറയും ഇത് ഹാക്കറാണോ അല്ലയോ എന്ന്. അത് കണ്ടപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലാക്കാണല്ലോ BD സെർവർ ഫുള്ള് ഹാക്കേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും പറയും എനിക്ക് V ബാഡ്ജ് മാത്രമേ വരത്തുള്ളൂ, PC ലോബി മറ്റേത് മറിച്ചതെന്നൊക്കെ. അപ്പോൾ എന്നാണെങ്കിൽ PC ലോബി കളിച്ച് കഴിഞ്ഞാൽ പകുതി V ബാഡ്ജും പകുതി ഹാക്കേഴ്സും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞുകൂടെ കേസ്. V ബാഡ്ജ് വേണമെങ്കിൽ അത് 10 കളി കളിച്ചാൽ 2 കളി വരും. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ദൈവത്തിന് നേരെ ലോഞ്ചർ വെച്ചൊരെണ്ണം കൊടുത്ത് അത് കഴിഞ്ഞ് രണ്ടാമത് ഒരെണ്ണം കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കേസ് പറഞ്ഞ പോലെ V ബാഡ്ജൊക്കെ വരും. പക്ഷേ അത് 10 കളി കളിച്ച് അതിനകത്ത് ഒരു കളി വല്ലതും വന്നെങ്കിൽ വരും. PC ലോബിയാണ് കേസ്. അപ്പോൾ എന്നാലും ഒരു PC പ്ലെയർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് V ബാഡ്ജ് വരാനുള്ള ചാൻസും ഉണ്ട്, ഹാക്കേഴ്സ് നല്ലപോലെ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പം വീണ്ടും മറ്റേ ഹോമറൊക്കെ ഇട്ടേക്കണം. അപ്പോൾ ഹാക്കറാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ ലൂട്ട് എടുക്കാമെന്ന് ഒരാവശ്യമില്ലായിരുന്നു. അപ്പം ഇതുകൂടി കണ്ടിട്ട് നിങ്ങൾ കൺഫേം ആണെന്ന് പറ. നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് നമ്മളെ തലക്കടിച്ച്. അതെ MA2Bക്കാണ്, പക്ഷേ എന്നാലും ഒരു സസ് ഷോട്ടാണ് നമ്മുടെ ടീമേറ്റിൻ്റെ തലക്കെട്ടും കൊടുത്ത്. അപ്പം ഇപ്പോൾ ഒരു ധാരണ ആയിക്കാണല്ലോ ഹാക്കറാണോ അല്ലയോ എന്ന്. അപ്പോൾ നമ്മളതിനാൾ സ്പെക്ക് വന്നപ്പോൾ അവൻ MA2B വെച്ച് ചുമ്മാ ഇങ്ങനെ അടിച്ചടിച്ച് അവസാനം നമ്മുടെ തലയടിച്ച് പൊട്ടിച്ച് നേരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാക്കർ ഇത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഡ്രോപ്പൊക്കെ എടുത്തിട്ട് ഇനി പോകുന്ന പറഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഡ്രോപ്പ് എടുത്തു. പക്ഷേ നമുക്ക് കിട്ടിയില്ല. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ടീമേറ്റ് മണ്ടൊക്കെ ഇറങ്ങി ആ ഡ്രോപ്പ് മൊത്തം കൊണ്ടുപോയി. അപ്പോൾ എന്നാലും നമ്മൾ ഇതുപോലത്തെ ഇനി വീഡിയോസ് ഇനി വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കില്ല. അപ്പോൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭൂയി അടിക്കുമെന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആയിട്ട് ആരാണ്ടൊക്കെ കയറി വന്നു കേസ്. ടുങ് സ്കോഡാന്ന് തോന്നുന്നു. അപ്പോൾ ടീമേറ്റ് പറയുന്നത് ടുങ് ആണ്. അപ്പോൾ എന്നാലും നമ്മൾ നോക്കുമ്പോഴത്തേ നമ്മുടെ പുറകിലുമായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ചാടി ചെന്നൊരുത്തനെ നെക്കി പിടിച്ച് നോക്കിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ടുങ് ഹാക്കറാണ് കേസ്. അപ്പോൾ എന്നാലും ഇപ്പോൾ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഒരുത്തനെ നെക്കി പിടിച്ചപ്പോൾ 8-9 ഡാമേജ്. എന്ത് അവസ്ഥയാണ് ഇത്. അത് കഴിഞ്ഞ് നമ്മൾ നെക്കി പിടിച്ചൊരുത്തനെ നേരെ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതേ പുറകെ പോയിട്ട് മറ്റവനെയും കൂടി കൊല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഒരു 2 കില്ലിപ്പായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചാടി ചെന്നപ്പോൾ അവൻ അവിടെ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് ടീമേറ്റ് പറഞ്ഞു. അപ്പോൾ ചാടി ചെന്നിട്ട് നോക്കാൻ വേറെ ഫൈറ്റ് ആയിരുന്നു. നമ്മളത് ഒരു കുമ്മനം അടിക്കുകയും ചെയ്ത് നേരെ മറ്റവനെയും കൂടി നെക്കി പിടിച്ച് ഇവിടുന്ന് അങ്ങനെ 4 കില്ല് നമ്മളങ്ങനെ കൺഫേം ആക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ വേറൊരുത്തം വന്ന് കേസ്. അപ്പോൾ എന്നാലും അവനല്ല ഹാക്കർ, വേറൊരുത്തുണ്ട്, അവനാണ് കേസ് ഹാക്കർ. ഞാൻ ഒരുത്തിനെ നെക്കി പിടിച്ച് നല്ല ഡാമേജ് കൊടുത്തു. അങ്ങനെ അവനെയും കൂടി നമ്മൾ നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോൾ അവൻ ഗ്ലൂ ഇട്ടിട്ട് രക്ഷപ്പെട്ട് പോകുന്നു കേസ്. എന്ത് അവസ്ഥയൊക്കെയാണോ. അപ്പം ഒരു പ്രോക്സി എന്ന് പറഞ്ഞൊരുത്തുണ്ട്. ഇതേ അവനാണ് കേസ് ഹാക്കർ. ആ വട്ടത്തിൽ ഞാനപ്പം നേരെ വട്ടത്തിൽ ഗ്ലൂ ഇട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഇപ്പോൾ കയറി വന്നത്. അപ്പോൾ എന്നാലും നമ്മൾ ഇവിടുന്ന് ഗ്ലൂ ഒട്ടിച്ചിട്ട് നേരെ മറ്റവനെ ഫിനിഷാക്കാന്ന് പറഞ്ഞ് അപ്പോൾ അവനാണെങ്കിൽ ഓടി കേസ്. അപ്പോൾ എന്നാലും ചാടി ചെന്ന് നമ്മളെ കില്ല് ഫിനിഷാക്കി കൊണ്ടിരുന്നിട്ട് നേരെ ഗ്ലൂ ഇട്ടപ്പോഴത്തേനും മറ്റവൻ ചാടി വന്ന് അടിക്കണുണ്ടോ. ഇത് ഹാക്കറാണോ പ്ലെയർ ആണോ എന്ന് പറയണേ. അപ്പോൾ എന്നാലും ഞാൻ നോക്കുമ്പോൾ എന്നെ അടിച്ചടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവൻ വന്നിട്ട് ചുമ്മാ വന്ന് VSKക്ക് ഒരു അടി അടിച്ചിട്ട് പോയി കേസ്. അപ്പോൾ എന്നാലും നമ്മൾ സ്പെക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ സ്പെക്കി വന്നപ്പോഴാണ് ഇതേ ഷോട്ട് കണ്ടോണം. ഇതൊക്കെ എങ്ങനെ അടിക്കുന്നത്. ചക്കയ്ക്ക് കയറിയാണെങ്കിലും കേസ് ഞാൻ പറയാം, ഒരു കാര്യം പറയാം. അടുത്തേ കൊന്ന കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഞാൻ പറയാം, ഇത് ചക്കയ്ക്കാന്ന് പറഞ്ഞ ഒരു കേസ്. ചക്കയ്ക്കൊന്നും അല്ല കേസ്, ഇവൻ ഹാക്കറാണ്. ഞാൻ ഇതിന് മുമ്പത്തെ കളി വന്നത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവൻ തന്നെ വന്നായിരുന്നു. അപ്പോൾ ഈ പ്രോക്സി ഇഷ്ടം പോലെ വൈപ്പ് ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ കൊല്ലുകയും ചെയ്തായിരുന്നു. അത് വീഡിയോ ഒക്കെ കിട്ടിയില്ല കേസ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോൾ വേറൊരുത്തൻ. അപ്പോൾ അവനെ നമ്മൾ നേരെ കാലയെ വെച്ചടിക്കാൻ നടന്നില്ല. അങ്ങനെ നമ്മൾ അത് നടക്കത്തില്ലെന്ന് വിചാരിച്ചത് ഇവിടെ വന്നിങ്ങനെ ബൈസം വെച്ച് നിൽക്കും. അപ്പോൾ ഇനി എല്ലാത്തിനും നെക്കി പിടിച്ച് കൊല്ലാന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഒരുത്തം വന്നപ്പോൾ ചാടി അങ്ങനെ നെക്കി അങ്ങ് പിടിച്ചിട്ട് നേരെ അവനെ നെക്കി പിടിച്ച് അങ്ങനെയൊക്കെയോ നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ കില്ലെല്ലാം ഫിനിഷാക്കി വിട്ടിട്ട് നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ടീമേറ്റിനെ പൊക്കാമെന്ന് പറഞ്ഞ് നേരെ ഇനി നിൽക്കുക. അപ്പോൾ ടീമേറ്റ് 2 ചത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടീമേറ്റിനെ നേരെ പൊക്കാൻ പോകും. എന്നിട്ട് നമുക്ക് പതുക്കെ ഇനി കളിക്കാമെന്ന് പറഞ്ഞാണ് നിൽക്കണം നമ്മൾ. വെറുതെ എന്തിനാ ഇനി റിസ്ക് എടുത്ത് കളിച്ച് കഴിഞ്ഞാൽ വെറുതെ ബൂയ പോകും. അപ്പോൾ ബൂയ കളഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കേസ്. അപ്പോൾ എന്നാലും നമ്മളിത് നേരെ പൊക്കത്തേക്ക് പോയിട്ട് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണോ അതോ സോളോ മാച്ച് വേണോ എങ്ങനെയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ഇടുവാണെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യുന്നതാണ് കേസ്. അത് കഴിഞ്ഞ് നമ്മൾ ടീമേറ്റിനെല്ലാം പൊക്കി വിട്ടിട്ടുണ്ട്.
അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ദേ താഴത്ത് പോയിട്ട് ഇനി ബൂയെ ലക്ഷ്യമിട്ട് കളിക്കുക. അപ്പോൾ ഹാക്കർ ഒരാൾ കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഡൗട്ട് കേസ്. അപ്പം ഹാക്കറും ഫൈറ്റ് വന്നാൽ ലാഭേഷായി നമുക്കിങ്ങനെ കളിയായിരിക്കും. അത് കഴിഞ്ഞ് വന്നപ്പോൾ ദേ ഒരുത്തൻ, അപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ച് കുറച്ച് നാമം എടുത്ത് നോക്കാരം മണ്ടയ്ക്കുന്ന അടിയുണ്ടെന്ന് തോന്നുകയും നമ്മളിന്ന് നെക്കി അങ്ങ് പിടിച്ച് അവനെയും കൂടി അങ്ങ് കൊന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 7 കില്ലിപ്പായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് ബൂയാണ് കേസ് ലക്ഷ്യം. 10 അലൈവ് ഉണ്ട്. നമ്മുടെ ടീമേറ്റ് പറഞ്ഞിട്ട് അപ്പുറത്ത് ഹാക്കർ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഇതേ പതുക്കെ മെഡൊക്കെ അടിച്ചിട്ട് ഇനി പോകാമെന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ റിസ്ക് എടുത്ത് ചാവുന്നത്. അത് കഴിഞ്ഞ് മെഡൊക്കെ അടിച്ച് പതുക്കെ നമ്മൾ താഴത്തെ അടിയിട്ട് വണ്ടി എടുത്ത് നേരെ വന്നപ്പോൾ ടീമേറ്റ് പറഞ്ഞാൽ ആ താഴത്ത് ഹാക്കർ ഉണ്ടെന്ന്. ടീമേറ്റ് നോക്കി കിടക്കുന്നുണ്ട്, അവിടെ ഹാക്കറായിട്ടുണ്ടെന്നാണ് നമ്മുടെ ടീമേറ്റ് പറയണത്. അപ്പോൾ നമ്മൾ എന്നാലും ഹാക്കറിനെ എങ്ങനെയും മണ്ടയ്ക്ക് നടിച്ച് കൊല്ലാൻ പറ്റുന്ന സെറ്റ് എന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നെയിം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും ഹാക്കറിനെയാണോ നമ്മൾ കൊല്ലുന്നതെന്ന്. അപ്പോൾ എന്നാലും നിങ്ങൾ കണ്ടോ, നമ്മളപ്പോൾ നേരെ വണ്ടി എടുത്തിട്ട് നേരെ പറന്നടിച്ച് അവിടെ ഉള്ളവനെ കൊല്ലാന്ന് പറയും, കണ്ണും പൂട്ടി അങ്ങ് റഷ് ചെയ്യും. അപ്പോൾ ടീമേറ്റ് പറഞ്ഞാൽ അവിടെയാണ്, പക്ഷേ അവൻ താഴത്തേക്ക് പോയായിരുന്നു. നമ്മൾ ഇത് നൈസായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടീമേറ്റ് പറയുന്നുണ്ട് നേരെ താഴത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്നാലും എൻ്റെ നേരെ താഴത്ത് ഹാക്കർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കാനും ആരെയും കാണുന്നൊന്നുമില്ല. അവസാനം നമ്മൾ ഇതേ കറങ്ങിയത് ഇവിടെ ഇങ്ങനെ വന്നപ്പോഴത്തേനും ദേ ഒരുത്തിൻ്റെ തല ഞാൻ അവിടെ ഇങ്ങനെ കണ്ട് കേസ്. അപ്പോൾ എന്നാലും നമ്മൾ നോക്കുമ്പോൾ ദേ ആ ഹാക്കർ നിൽക്കണം. നമ്മൾ ആദ്യം 2 വട്ടം കൊന്നില്ല, അവനെ നേരെ നെക്കി പിടിച്ച് അങ്ങ് കൊന്നിട്ടുണ്ട്. അവൻ്റെ കടി അങ്ങ് മാറി, അവൻ ഹാക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കണം. ഇങ്ങനെയാളും നിങ്ങൾ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കാം. മറ്റേ MI2 നമ്മളെ കൊന്നില്ലേ, അവനാണ് കേസ്. അത് കഴിഞ്ഞ് നമ്മൾ റഷ് ചെയ്തിട്ട് നേരെ അവന്മാരെ കൊല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ കൂടി ഉള്ളൂ 4 ലൈവ്. നമ്മൾ നോക്കാൻ നേരെ ഒരുത്തനെ കൂടി നെക്കി പിടിച്ചപ്പോൾ അങ്ങനെ ബൂയി അടിച്ച് കേസ്. അപ്പം ഹാക്കറിൻ്റെ ടീമിനെ കൊന്ന് നമ്മളങ്ങനെ ബൂയി അടിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാലും സീസൺ മാറിയൊക്കെ അല്ലേ ഉള്ളൂ, 9 കില്ലും പിന്നെ 66 പ്ലസും കിട്ടി. അപ്പോൾ എന്നാലും കുറച്ചല്ല അധികം പ്ലസ് കിട്ടി കേസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണെങ്കിൽ സ്റ്റാറ്റ ബൈ.